കാലിക്കറ്റ് സർവകലാശാല സിൻഡിക്കേറ്റ് തിരഞ്ഞെടുപ്പിൽ ഇടപെട്ട ഗവർണർ. സിൻഡിക്കേറ്റ് തിരഞ്ഞെടുപ്പ് ഗവർണർ തൽക്കാലത്തേക്ക് റദ്ദാക്കി. നേരത്തെ ഗവർണർ നോമിനേറ്റ് ചെയ്ത 2 അധ്യാപകരുടെ സിൻഡിക്കേറ്റ് തിരഞ്ഞെടുപ്പ് നാമനിർദ്ദേശ പത്രിക റിട്ടേണിംഗ് ഓഫീസർ കൂടിയായ രജിസ്ട്രാർ തള്ളിയിരുന്നു. അധ്യാപകരുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് തെരഞ്ഞെടുപ്പ് തൽക്കാലത്തേക്ക് നിർത്തിവെച്ചത്. സർവകലാശാല അധ്യാപകർ കൂടിയായ ഡോക്ടർ പി രവീന്ദ്രൻ, ഡോക്ടർ ടി എം വാസുദേവൻ എന്നിവരുടെ സിൻഡിക്കേറ്റ് തെരഞ്ഞെടുപ്പിനുള്ള നോമിനേഷനാണ് നേരത്തെ രജിസ്ട്രാർ തള്ളിയത്. യൂണിവേഴ്സിറ്റി അധ്യാപക മണ്ഡലത്തിൽ നിന്നും മത്സരിച്ച് ജയിച്ചു വന്നവരല്ല എന്ന കാരണം ചൂണ്ടിക്കാട്ടിയായിരുന്നു ഇത് സംബന്ധിച്ച് 2 അധ്യാപകരും ഗവർണർക്ക് പരാതി നൽകിയിരുന്നു. യൂണിവേഴ്സിറ്റി അധ്യാപക മണ്ഡലത്തിൽ CPM സ്ഥാനാർത്ഥിയെ എതിരില്ലാതെ തെരഞ്ഞെടുക്കുവാനാണ് തങ്ങളുടെ പട്ടിക തള്ളിയതെന്നായിരുന്നു അധ്യാപകരുടെ പരാതി. ഡോക്ടർ വാസുദേവനെ യൂണിവേഴ്സിറ്റി ചട്ടപ്രകാരം വകുപ്പ് മേധാവി മണ്ഡലത്തിലേക്കും സീനിയർ പ്രൊഫസറായ ഡോക്ടർ രവീന്ദ്രനെ ഗവേഷണ സ്ഥാപനത്തിന്റെ പ്രതിനിധി എന്ന നിലയിലുമാണ് നോമിനേറ്റ് ചെയ്തതെന്നാണ് ഗവർണറുടെ ഓഫീസിൽ നിന്നുള്ള വാർത്താക്കുറിപ്പിൽ പറയുന്നത്. സെനറ്റ് അംഗങ്ങൾക്ക് സിൻഡിക്കേറ്റിൽ മത്സരിക്കാനുള്ള അവസരം യൂണിവേഴ്സിറ്റി നിയമത്തിൽ നിഷേധിച്ചിട്ടില്ലെന്നിരിക്കെ അധ്യാപകരായ ഇവർ 2 പേരുടെയും നാമനിർദ്ദേശ പത്രിക തള്ളിയത് ബോധപൂർവമാണെന്നും ഇത് കീഴ്വഴക്കങ്ങൾക്ക് വിരുദ്ധമാണെന്നും ചൂണ്ടിക്കാട്ടിയാണ് ഗവർണർക്ക് ഇവർ പരാതി സമർപ്പിച്ചത്. പത്രിക നിരസിച്ചതിന്റെ കാരണം രേഖാമൂലം നൽകാൻ റിട്ടേണിംഗ് ഓഫീസറും വൈസ് ചാൻസലറും വിസമ്മതിച്ചതായും ഗവർണർക്ക് നൽകിയ പരാതിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. പരാതിയുടെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് നടപടികൾ തൽക്കാലം നിർത്തിവെക്കുവാനും നാമനിർദ്ദേശ പത്രിക തള്ളിയത് സംബന്ധിച്ച് VCയോട് വിശദീകരണം ആവശ്യപ്പെടാനും ഗവർണർ ഉത്തരവിട്ടു. ഇത് സംബന്ധിച്ച കത്ത് രാജ്ഭവൻ സെക്രട്ടറി കാലിക്കറ്റ് VCക്ക് നൽകി. റിപ്പോർട്ടർ, കോഴിക്കോട്.